നമ്മുടെ കൂടെയുള്ളത് മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുക്കാനായി വന്ന സംവർണയാണ്. അപ്പോൾ സംവർണയ്ക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് നമുക്ക് സംവർണയുടെ പെർഫോമൻസ് ഒന്ന് കണ്ടുവരാം. തുടങ്ങി. കർണനാണ് സൂര്യപുത്രൻ അല്ലേ? മോൾക്ക് എന്താ സങ്കടം? ഇവിടെ കളിക്കാൻ പറ്റിയില്ല. എന്താ പറ്റിയത്? കോർട്ടപ്പിൽ ഇന്നായിരുന്നു കിട്ടിയത്. അപ്പോൾ അത് ഓർഡർ വന്നു. പക്ഷെ ഓർഡർ ഇവിടെ കാണിച്ചു കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു പാർട്ടിസിപ്പേഷൻ കാർഡ് വേണമെന്ന്. പാർട്ടിസിപ്പേഷൻ കാർഡ് മനഃപൂർവ്വം അവരെ വൈകിച്ച്. അപ്പം അത് കിട്ടിയില്ല. പറ്റില്ല എന്ന് പറഞ്ഞോ? ഒരുപാട് വേദികളിൽ നമുക്ക് നോക്കാം ഇതെന്താ പറ്റിയെന്ന് നോക്കാം. വിഷമിക്കരുത്, നമ്മളങ്ങനെ തളർന്നു പോകാൻ പാടില്ല അല്ലേ? നമ്മൾ കലയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായി പെർഫോം ചെയ്തു. നിങ്ങളുടെ പേരൊന്നും കൂടെ പറഞ്ഞേ. സംവർണ. അപ്പം ഇത് എവിടെന്ന എന്താ ഇതിൻ്റെ ഒരു നിയമം ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മളിത് ചെയ്തതൊക്കെ? അപ്പോൾ തീർച്ചയായിട്ടും പെർഫോം ചെയ്യാൻ സമ്മതിക്കേണ്ടതാണ്. അവർ ടൈം തന്നില്ല. അവർ മനഃപൂർവ്വം പാർട്ടിസിപ്പേഷൻ കാർഡ് തരാണത് ലേറ്റ് ആക്കി. ടീച്ചർ സംസാരിച്ചിരുന്നോ? ടീച്ചേഴ്സ് എല്ലാവരും സംസാരിച്ചു. കൂടെയുള്ളൊരു ടീച്ചറല്ലേ? ടീച്ചർ വന്നു. എന്താ സംസാരിച്ചു നോക്കിയിരുന്നു? സംസാരിച്ച് നോക്കിയിരുന്നു. പക്ഷേ പാർട്ടിസിപ്പേഷൻ കാർഡ് തന്നില്ലായിരുന്നു. നമ്മൾ വാട്സപ്പിൽ കാണിച്ചു കൊടുത്തായിരുന്നു കോർട്ട് ഓർഡർ. അപ്പോൾ അത് മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ മെയിൽ വന്നപ്പോഴേക്കും ഇവിടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ കളിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അപ്പീൽ പോകാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇയാൾ വളരെ നന്നായി കളിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളും ഇത്രയും കുറച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ പറ്റിയില്ല. അപ്പം അതാണ് ഈ സമയം ഇങ്ങനെ പോയി. ഫോണിൽ കാണിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മെയിൽ വരണം എന്ന് പറഞ്ഞു. മെയിലൊക്കെ വന്നപ്പോഴേക്കും അവരുടെ സമയം കഴിഞ്ഞു പോയി. അങ്ങനെ കളിക്കാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തിലാണ് മോള്. അപ്പോൾ ഏതായാലും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ വിജയിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർ പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ? 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.